അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഫ്രണ്ട് പാനൽ അതിൽ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഊഫർ ബോക്സ് പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പോൾ ഈ ഊഫർ ബോക്സിൻ്റെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡ് പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുള്ളതാണ്. 6 ഇഞ്ചിൻ്റെ ഒരു ഊഫറും ഒരു 2 ഇഞ്ചിൻ്റെ ഒരു മിഡ് റേഞ്ചും ഒരു ട്യൂട്ടറും ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. LG എന്ന ബ്രാൻഡിൻ്റെ ഒരു ബോക്സാണിത്. ഇവിടെ എലിയൊക്കെ കരണ്ടിട്ടുണ്ട്, ബാക്ക് സൈഡെല്ലാം ചിതലരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ചിതലരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പരും ഇമ്പിഡൻസ് 6 ഓംസിലാണ് ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. മാക്സിമം പവർ 100 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കും, കാരണം കമ്പനി ബ്രാൻഡ് LGയുടെ ഒരു സബ്വൂഫർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അവർ എഴുതിയിരിക്കുന്ന വാട്ട്സൊക്കെ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്കാണ് ഇത് സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്കിതിനെ പൊളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ചിതലാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ബോക്സിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ബോക്സ് വാങ്ങിച്ച് ബാക്കി റീസ്റ്റോറേഷൻ വർക്കുകൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 6 ഇഞ്ച് ഊഫർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഊഫർ. ഇതിൽ തന്നെ LG എന്ന അവരുടെ ബ്രാൻഡിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. 6 ഓംസും മാക്സിമം പവർ 55 വാട്ട്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിൽ നല്ലൊരു പവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ചെറിയ മിഡ് റേഞ്ചിലോട്ട് പോകാനായിട്ട് ഒരു കപ്പാസിറ്റർ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പാസിറ്ററൊക്കെ എലി കരണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് ഇതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്പീക്കറെല്ലാം തന്നെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ട്യൂട്ടർ ഉൾപ്പെടെ എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരുന്ന ഈ 2 ഇഞ്ചിൻ്റെ ട്യൂട്ടർ ഇതാണ്. ആ ട്യൂട്ടറിൻ്റെ ബാക്കിലും അവർ LG എന്ന ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാക്സിമം വാൾട്ട് 55 എന്നും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ട്യൂട്ടർ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അതിൽ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കൂടി അതിൽ സെറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോക്സ് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല, ഇത് മൊത്തം പോയതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് പാനൽ നമ്മളിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ആ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് 6 ഇഞ്ചിൻ്റെ ബോക്സ്. ഇത് നോർമൽ ഒരു സ്പീക്കർ ബോക്സാണ് ഇതിൽ നമ്മൾ വാങ്ങിയത്. ഇതൊരു 300 രൂപ റേഞ്ചിലാണ് നമ്മൾ വാങ്ങിയത്. ഇതിൻ്റെ ഹൈറ്റ് ഒരു 20 ഇഞ്ചും ഇതിൻ്റെ നീളം ഒരു 12 ഇഞ്ചുമാണ്. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു 5 ഇഞ്ച് ആണ് ഇതിൻ്റെ സൈഡിലത്തെ ആ പൊക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിലോട്ടാണ് നമ്മൾ നേരത്തെ പൊളിച്ചെടുത്ത 6 ഇഞ്ചിൻ്റെ ഊഫറെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ഓഫറാണ് നമ്മൾ നേരത്തെ പൊളിച്ചെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ ബോക്സിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ പോയ സമയത്ത് ഇത്തരത്തിലുള്ള 3 ബോക്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിമിഷം നമ്മളതിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അതിൽ നിന്ന് 2 ബോക്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു, ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഇവിടെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ആ ബോക്സിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കത് തീരെ നഷ്ടമായി പോയി. ആ 2 ബോക്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ കലക്കാൻ ഒരു 5.1 സെറ്റ് നമുക്ക് നിർമ്മിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഊഫറും അതിൻ്റെ മിഡ് റേഞ്ചും ട്യൂട്ടറും എല്ലാം സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ കിറ്റ് കൂടി നമുക്കിതിൽ സ്ക്രൂ ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വർക്ക് കഴിയുന്നതാണ്. ഈ ഫ്രണ്ട് പാനലാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വെച്ച് 2 സൈഡിൽ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്ക്രൂകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഫ്രണ്ട് പാനൽ അതിൽ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക്. ഇത്തരത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ വന്നാൽ ഇത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു അടിപൊളി ലുക്ക് തന്നെ ഏകദേശം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ പെർഫോമൻസും അത്ര തന്നെ അടിപൊളിയാണ്. ഒരു ട്രാൻസിസ്റ്റർ ബോർഡിൽ നിന്നാണ് നമ്മളിത് പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം എത്ര വോളിയം കൊടുത്താലും ഈ സ്പീക്കർ താങ്ങുന്നുണ്ട്. അത്രത്തോളം പെർഫോമൻസ് അവർ ഈ ഓഫറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നിർമ്മിച്ച ഒരു 5.1 ആംപ്ലിഫയറാണ് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ സ്പീക്കറായിട്ടാണ് ഈ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ഊഫർ സ്പീക്കറാണ്. അതിൻ്റെ ചേർന്ന് പാരലായിട്ടാണ് നമ്മളിതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പാട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.